സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും. നാളെ ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായി വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഈ മാസം നമ്മൾ കാത്തിരുന്ന 3200 രൂപയാണ്. അതിന് കാരണം ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ബജറ്റിലുള്ള പ്രഖ്യാപനമാണ്. 2025 തുടങ്ങുന്ന മുമ്പ് 5 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നായിരുന്നു വാഗ്ദാനം. നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിക്കോ ധനമന്ത്രിക്കോ സാധിച്ചില്ല. അതിൽ ഒരു ഗഡു ഓണത്തിന് മാത്രമാണ് വിതരണം ചെയ്തത്. ബാക്കിയെല്ലാം സാധാരണ നടക്കുന്ന രീതിയിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത്. ആദ്യം പറഞ്ഞിരുന്നത് ആദ്യ 2 ഗഡു 2024 കൊടുത്തു തീർക്കും. പിന്നെ ഉള്ള 3 മാസത്തെ തുക കുടിശ്ശിക തുക അടുത്ത് 2025 കൊടുത്തു തീർക്കും എന്നാണ്. 2026 കംപ്ലീറ്റ് കുടിശ്ശിക തീർത്ത് പൂർത്തീകരിക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഉണ്ടായിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. സംസ്ഥാന സർക്കാർ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷേ തുക വേണ്ടതുപോലെ കണ്ടെത്താൻ സാധിച്ചില്ല. കടം മേടിച്ച് പെൻഷൻ വിതരണം നടക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ശരിയായില്ല. അതുകൊണ്ടാണ് 1 മാസത്തെ ക്ഷേമ പെൻഷൻ 1600 ഒതുക്കിയത്. നാളെ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഇവർക്ക് തുക കുറവായിരിക്കും. കേന്ദ്രവിധം മേടിക്കുന്ന ആൾക്കാർക്ക് 300, 400, 500 രൂപ വെച്ചായിരിക്കും കിട്ടുന്നത്. ബാക്കി തുക ഒരാഴ്ചക്കകം ബാങ്ക് അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ ഇടും. അവർക്ക് ചില ആളുകൾക്ക് ഇപ്പോഴും തുക എത്തിച്ചേർന്നിട്ടില്ല എന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിരവധി ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് അതെന്താ കാരണം. അത് കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. കൈ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. ക്രിസ്മസിന് മുമ്പായി കൈകളിൽ തുക എത്തിച്ചേരില്ല എന്നൊരു അറിയിപ്പുണ്ട്. കാരണം ഇവിടുന്ന് തുക ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ടിൽ ചെന്നിട്ട് ഇനി അത് ട്രാൻസ്ഫർ ചെയ്ത് സഹകരണ ഉദ്യോഗസ്ഥർ വീട്ടിൽ കൊണ്ടു തരണം. അതിൻ്റേതായ കാലതാമസമാണ്. 5 മുതൽ 10 ദിവസത്തിനകമായിരിക്കും വീടുകളിൽ തുക എത്തിച്ചേരുക. അതായത് ന്യൂ ഇയർ കഴിഞ്ഞ ഒരു 5-ആം തീയതിയോട് കൂടിയായിരിക്കും വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് തുക എത്തിച്ചേരുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ പറയാനുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.